கண்மணி அன்போட காதலன் நான் நான் எழுதும் கடிதமே. இது அபிராமி அபிராமி அபிராமி. இந்த பாட்டு பாடுறதுக்காக எனக்கு பிச்சை வரல. அந்த பிச்சை வரலாம் இந்த பாட்டே போர் ஆகிடும். அதனால வேண்டாம். என்னாமா இவ்வளவு சந்தோஷமா இருக்கா? நீ என்ன சிரிச்சிட்டு இருக்க? நானும் உன்னை பார்த்து சிரிச்சிட்டு இருக்கேன். எல்லோருமே சிரிச்சிட்டு இருக்கு. சந்தோஷமான ஒரு நிகழ்ச்சி இது. நான் சொன்னேன்ல, இப்போ നീ ഉനക്കാര വിഷയത്തെ പണിയിട്ടേ ഇരുപ്പേ. ബേസിക്കലി ആർട്ടിസ്റ്റ് ആണെന്ന് ആരെങ്കിലും എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ആണെന്നാ പറയാറ്. കാരണം ആർട്ടിസ്റ്റ് പറയുന്നതിൽ എല്ലാം വിടുമല്ലോ. ആർട്ടാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ വരുന്നതാണ് ഇതെല്ലാം. മിമിക്രി ആണെങ്കിൽ ഈ പറയുമ്പോൾ എന്തിലാണെങ്കിലും ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മിമിക്രി ഇപ്പം ചെയ്യുക ലൈക്ക് വിട്ടു. മിമിക്രി വിട്ടിട്ട് കുറച്ചായി ഇപ്പോ. പക്ഷെ മിമിക്രിയിലാണെങ്കിലും ഈ പറയുന്ന മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഈ പറയും പോലെ ഇതൊരു ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. ഈ മോഡുലേഷൻ പരിപാടി, ഒബ്സർവേഷൻ, ഇതൊക്കെ ആക്ടർ എന്ന രീതിയിലും മിമിക്രി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു യൂട്യൂബിലൊരു ഇൻഡിപെൻഡന്റ് വർക്ക്സും അല്ലാതെ ചാനൽ വർക്ക്സ് ഒക്കെ ആയിട്ട് ഒരു 10-14 സോങ് ഇറങ്ങി ഡിഫറെന്റ് ജോണേഴ്സ് ആയിട്ട്. തമിഴും ഇപ്പൊ എഴുതാൻ പഠിക്കുന്നു. 2 സോങ് കഴിഞ്ഞു ഇപ്പോൾ. പിന്നെ മലയാളം ഇൻഡിപെൻഡന്റ് സോങ്സ് ചെയ്യുന്നു, ഡിവോഷണൽ ചെയ്യാറുണ്ട്, പിന്നെ റാപ്പ് സോങ്സും ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ലെമോ ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാറ്റ് ഷോയിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഒരേ ഒരു ടാഗ് ലൈനിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ഹിയർ വി ആർ ജോയിനിങ് ടുഗദർ വിത്ത് വൈഷ്ണവ്. സോ വൈഷ്ണവ്, വെൽക്കം ടു അവർ ചാറ്റ് ഷോ. താങ്ക് യു. യെസ്. അപ്പോൾ നോർമലി നമ്മളൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആക്ടർ ആണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണോ മ്യൂസീഷ്യൻ ആണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ബയോഡാറ്റ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇതെല്ലാമായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന്. അപ്പോൾ ഒരേ ഒരു ടാഗ് ലൈനിൽ എന്തായാലും നമുക്ക് വൈഷ്ണവിനെ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനായിട്ട് പറയുന്നതിനേക്കാളും ഉപരി വൈഷ്ണവിനെ നമുക്കൊന്ന് റേറ്റ് ചെയ്ത് ഉള്ളൊരു ഗെയിം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വൈഷ്ണവ് തന്നെ പറയൂ, ഏതിലാണ് വൈഷ്ണവിന് കൂടുതൽ താല്പര്യം എന്ന് നോക്കിയാലോ? സിമ്പിൾ ആണ്. ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. അത് ഔട്ട് ഓഫ് 10 വൈഷ്ണവ് സെൽഫ് റേറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ വെച്ച് തുടങ്ങാം. ആക്ടർ. ട്രൈങ് ടു ബി ലേണിംഗ് ആണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളാണെങ്കിലും ലേണിംഗ് ആണ്. സംഖ്യ വെച്ച് റേറ്റ് ചെയ്യാൻ അറിയില്ല. കാരണം ക്യൂരിയസ് ആണ് ഫ്യൂച്ചറിനെ കുറിച്ച്, ആക്ടിങ് കരിയറിനെ കുറിച്ചിട്ട്. ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന വർക്കാണെങ്കിലും അതിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. നമ്മുടെ റേറ്റിംഗിന് അതിനെ കുറിച്ച് ഒരു സംഖ്യ കൊടുത്തിട്ടില്ല. ഇൻഫിനിറ്റ് ആണ്. ഓക്കെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്കോ? തരക്കേടില്ലാത്തൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് തോന്നിയിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു ഒബ്സർവർ ആണ്. മിമിക്രിക്ക് ആണെങ്കിൽ ഈ പറയുമ്പോൾ എന്തിലാണെങ്കിലും ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മിമിക്രി ഇപ്പം ചെയ്യുക ലൈക്ക് വിട്ടു. മിമിക്രി വിട്ടിട്ട് കുറച്ചായി ഇപ്പോ. പക്ഷെ മിമിക്രിയിലാണെങ്കിലും ഈ പറയുന്ന മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഈ പറയും പോലെ ഇതൊരു ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. ഈ മോഡുലേഷൻ പരിപാടി, ഒബ്സർവേഷൻ, ഇതൊക്കെ ആക്ടർ എന്ന രീതിയിലും മിമിക്രി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ പേജ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ലിറിസിസ്റ്റ് എന്നുള്ള ഒരു ടേം കണ്ടു. അപ്പൊ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിലോ? തരക്കേടില്ലാത്തൊരു എഴുതുകാരനാണ്. അപ്പൊ ഈയിടെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ ഒരു യൂട്യൂബിലൊരു ഇൻഡിപെൻഡന്റ് വർക്ക്സും അല്ലാതെ ചാനൽ വർക്ക്സ് ഒക്കെ ആയിട്ട് ഒരു 10-14 സോങ് ഇറങ്ങി ഡിഫറെന്റ് ജോണേഴ്സ് ആയിട്ട്. തമിഴും ഇപ്പൊ എഴുതാൻ പഠിക്കുന്നു. 2 സോങ് കഴിഞ്ഞു ഇപ്പോ. പിന്നെ മലയാളം ഇൻഡിപെൻഡന്റ് സോങ്സ് ചെയ്യുന്നു, ഡിവോഷണൽ ചെയ്യാറുണ്ട്, പിന്നെ റാപ്പ് സോങ്സും ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ വൈഷ്ണവ് ആസ് എ ഡാൻസർ എന്ത് പറയും? ഇഷ്ടമാണ് സാധാരണ സംഭവം. നേരത്തെ പറഞ്ഞ പോലെ ബേസിക്കലി ആർട്ടിസ്റ്റ് ആണെന്ന് ആരെങ്കിലും എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ആണെന്നാ പറയാറ്. കാരണം ആർട്ടിസ്റ്റ് പറയുന്നതിൽ എല്ലാം വിടുമല്ലോ. ആർട്ടാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പം ഡാൻസിങ്ങും ഇഷ്ടമാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ റിതം ഉണ്ടെന്ന് ആൾക്കാരും പറയാറുണ്ട്. ട്രൈ ചെയ്യുന്നു. അങ്ങനെ വലിയ അതിൽ മാസ്റ്റർ ഒന്നുമല്ല. പക്ഷെ ഈ പറയും പോലെ ആക്ടർ ആയതുകൊണ്ട് അതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ടാഗ് ലൈൻസ് ഉണ്ട്. ആക്ടർ ആണ്, ലിറിസിസ്റ്റ് ആണ്, മ്യൂസീഷ്യൻ ആണ്, റൈറ്റർ ആണ്, റാപ്പർ ആണ്, എല്ലാറ്റിനും ഉപരി നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അപ്പൊ ഒരിക്കൽ കൂടി വൈഷ്ണവ്, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വൈഷ്ണവ് ഒരു ഫോട്ടോഗ്രാഫർ ആണ്. അപ്പൊ ഞാനിങ്ങനെ പല പേജുകൾ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഫോട്ടോഗ്രാഫി പേജാണ്. അതിൻ്റെ അകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇൻസ്പിറേഷൻ ഈ പറയും പോലെ നമുക്ക് കാഴ്ചയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. പറയും പോലെ നല്ല ലൈക്ക് ഇത്രയും ഞാൻ ചിന്തിക്കാറുള്ളത് ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് ടോപ്പിക് ആയിട്ടുള്ളൊരു ചിന്തയായിരിക്കും. എല്ലാവരും നമ്മൾ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ നമ്മളാണെങ്കിൽ എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചുറ്റുപാടുള്ള കുറച്ച് നല്ല ഫ്രെയിംസ്. ഇപ്പം ഒരു നല്ല ഫ്രെയിം നിന്ന് നമുക്കൊരു കഥ കിട്ടുന്നുണ്ടാവുക. പറഞ്ഞ എഴുത്തും ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ ഒരു കാഴ്ച നമുക്കൊരു ഭാവിയിൽ, ഇപ്പം അല്ലെങ്കിലും ഭാവിയിൽ എഴുതാൻ പോകുന്ന ഒരു കഥയെ കുറിച്ച് കിട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവ് ഞാൻ എഴുത്ത് പേജിന് കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ പ്രിസർവിങ് പേഴ്സ്പെക്റ്റീവ് എന്നാണ്.
നമുക്ക് ഫോട്ടോ എല്ലാവരും ഒരുപോലെ കാണുന്നില്ല, ഒരു ചിത്രം കാണുന്നു, പക്ഷെ നമ്മളത് ഏത് രീതിയിൽ കൂടെ കാണുന്നു, നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോൾ അതിന് വേറെ തന്നെ ഒരു കഥ ഉണ്ടാവുന്നു, ജീവൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അത്യാവശ്യം, പക്ഷെ കുറച്ച് ആൾക്കാർ അറിഞ്ഞു വരുന്നത് നല്ലത് പറയാറുണ്ട്, പിന്നെയും മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അത് പണ്ട് തൊട്ടേ പിക്ചേഴ്സ് എടുക്കാനുള്ള ഒരു താല്പര്യം വന്നാണോ, അല്ലെങ്കിൽ ഓരോ ഫ്രെയിം കാണുമ്പോ യെസ് ഇതിൽ എന്തോ ഒരു കഥയുണ്ട് എന്ന് തോന്നിയിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്? അല്ല, മെയിൻലി ഇപ്പൊ ഒരു കാഴ്ച നമ്മൾ കാണുന്ന സമയത്ത് അതൊരിക്കലും എടുക്കാൻ വേണ്ടി എടുക്കുന്നതല്ല, നമുക്ക് തോന്നാണ് അത് എടുക്കാനുള്ളതാണ്. പക്ഷെ അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഇത് കണ്ണുകൊണ്ട് കണ്ടാൽ മതി എന്ന് വെച്ചിട്ട് ഒഴിവാക്കി കളഞ്ഞതുകൊണ്ട് ഈ പറയും പോലെ ചില മൊമെന്റ്സ് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഒരു ക്യാമറയിൽ പകർത്താൻ പറ്റണം എന്നില്ല. അതെ, യെസ്. അപ്പോ ഇപ്പൊ നമ്മള് ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ കാര്യം പറഞ്ഞു. ഇപ്പൊ 2 മൂവീസ് ഓൾറെഡി ഡിജിറ്റൽ വില്ലേജും പരിവാറൊക്കെ ഷൂട്ട് കഴിഞ്ഞു. ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ജിയോ ഹോട്ട്സ്റ്റാറിന് ഒരു വെബ് സീരീസിൽ ഒരു കുഴപ്പമില്ലാത്ത റോള് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഷൂട്ടും ഡേറ്റും ആയിട്ടില്ല, അതിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് വർക്കുകൾ ഇങ്ങനെ സിനിമയായിട്ട് തന്നെയല്ല, ഷോർട്ട് ഫിലിംസ് ആയിട്ടും നല്ല പ്രൊജക്റ്റുകൾ ഭാഗമാകുക എന്നുള്ളതാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും എല്ലാം ആക്ടിങ് തന്നെയാണല്ലോ. അപ്പൊ നമ്മളൊരു പോർട്ട്ഫോളിയോ കുറച്ചുകൂടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ആക്ടർ ആണെന്ന് പറഞ്ഞു, ചെറുതായിട്ടൊക്കെ എഴുതുന്നു പറഞ്ഞു. അപ്പൊ ഈയിടെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു നല്ല തിരക്കഥ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? തിരക്കഥ തിരെ കൈവച്ചിട്ടില്ല. ലൈക്ക് ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്, അത് എത്ര കുറെ പേരൊന്നും വായിച്ചിട്ടൊന്നുമില്ല. നമുക്ക് തന്നെ നമ്മൾ ലൈക്ക് എഴുതിക്കൊണ്ടിങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാലോ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ ഒരു 2ാമത്തെ വായനയുടെ 3ാമത്തെ വായനയുടെ കുറച്ചുകൂടി അത് ഭംഗിയാക്കാൻ നമുക്കറിയാലോ, കുറച്ചുകൂടി നന്നാക്കാം. അതുകൊണ്ട് തന്നെ ഷോർട്ട് സ്റ്റോറീസ് ഇഷ്ടമാണ്, ബട്ട് തിരക്കഥയിലേക്കൊന്നും ഒരു പോയിട്ടില്ല. കാരണം ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ലൈക്ക് നമുക്കെല്ലാം ഇപ്പം പ്രിപ്പയർ ചെയ്താണല്ലോ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക. ഭാവിയിൽ സംഭവിക്കട്ടെ. അതെ, സംഭവിക്കട്ടെ, എല്ലാ ആശംസകളും തരികയാണ്. അപ്പോ ഞാൻ പേജൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം വിജയ് സേതുപതിയായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന്. മിമിക്രി നിർത്തിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വേണ്ടി. എന്നാലും പക്ഷെ എത്ര പെർഫെക്ഷൻ ആവുമെന്ന് അറിയില്ല. അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. 2-3 പേരാ വോയിസാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം വീണ്ടും കേൾക്കാൻ സേതുപതി സാറിന്റെ സൗണ്ടാണ്. അപ്പൊ അതൊന്ന് ഇന്ററാക്ട് ചെയ്യുന്ന ഇത് ചെയ്യാം. തന്റെ പേര്? എന്റെ പേര് എവലിൻ. അപ്പം വിജയ് സാർ തന്നോട് സംസാരിച്ച് എങ്ങനെ ഇരിക്കാമെന്ന് നോക്കാം. என்னமா இவ்வளவு சந்தோஷமா இருக்கா? நீ என்ன சிரிச்சிட்டு இருக்க? நானும் உன்னை பார்த்து சிரிச்சிட்டு இருக்கு, எல்லோருமே சிரிச்சிட்டு இருக்கு. சந்தோஷமான ஒரு நிகழ்ச்சி இது. நான் சொன்னேன்ல, இப்போ நீ உனக்கான விஷயத்த பண்ணிட்டே இருப்ப, அதுக்குன்னு ஒரு விஷயம் நடப்ப, இது பார்க்கும்போது வெடிப்ப. அப்போ நீ முயற்சி பண்ணிட்டு இருக்க, அவ்வளோதான். உனக்கான உலகத்தை நீ தான் உருவாக்கிட்டு இருக்கணும். இப்போ உனக்கு என்ன வேணுமோ அது கொடுக்குறது தான் இந்த யூனிவர்ஸே கரெக்டாக இருக்குது, ரெடியாக இருக்குது. இப்போ உனக்கு கிடைக்கலனா தப்பு உங்ககிட்ட, யூனிவர்ஸ் கிட்ட இல்லை. அதனால ட்ரை பண்ணிட்டு இருங்க, சந்தோஷமா இருங்க, சுவாரஸ்யமா இருங்க. சந்தோஷமா? நீங்க சந்தோஷமா? സന്തോഷമാ ഇருக்கு. കണ്ണടച്ച് കേട്ടപ്പോ കറക്റ്റ് വിജയ് സാർ സംസാരിക്കുന്ന പോലെ തന്നെ. യെസ്, ഡെഫിനറ്റ്ലി വിജയ് സേതുപതി സംസാരിച്ചതുപോലെ തന്നെ ഉണ്ടായി. ഓ, ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് കേൾക്കുമായിരുന്നു. അയ്യോ, എങ്ങനെ സാധിക്കുന്നു, പൊളി. വേറെ ആരുടെയൊക്കെയാണ് കൂടുതൽ ഹൈലൈറ്റഡ് ചെയ്യാറ്? അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു സിറ്റുവേഷൻ തരാം. ഇതിപ്പോ വേറെ ഒന്നുമല്ല, വൈഷ്ണവിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ആക്ടേഴ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള ആരെങ്കിലും ഞാനൊരു സിറ്റുവേഷൻ തന്നാൽ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യണത് നോക്കിയാലോ? പറ്റുമോ? ചെറുതായിട്ട് ചുമ്മാ ശ്രമിച്ചു നോക്കാം. ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ എത്രത്തോളം പെർഫെക്ഷൻ കിട്ടുന്ന അറിയില്ല. അത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊന്ന് ചെയ്തു നോക്കുന്നത്. യെസ്, ഓക്കെ. ഇപ്പൊ നമ്മള് ആരാണെങ്കിലും ആയിക്കോട്ടെ, ഒരു ന്യൂസ് റീഡർ ആയിട്ടുള്ളത് നിൽക്കുവാണെങ്കിൽ ഏതൊരു വോയിസ് മോഡുലേഷൻ ആരായിരിക്കും ചെയ്യാൻ പോകുന്നത്? ന്യൂസ് റീഡർ ആയിട്ട് ഒരു ഉമ്മൻചാണ്ടി സാറിനെ നോക്കിയാലോ? നോക്കുന്നു പൊളിറ്റിക്സ് ചെയ്യാറില്ല. ലൈക്ക് ഡെയിലി ചില വോയിസുകൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന സൗണ്ട്സാണ്. അത് ഒരു മിമിക്രീന് അപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ ഇപ്പൊ സേതുപതി ആണെങ്കിലും ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഭയങ്കര ഒരു ഐഡലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് സ്വയം സംസാരിക്കാറുള്ള കമൽ സാറിന്റെ വോയിസിലാണ്. കാരണം ഈ പറഞ്ഞ ഈ സേതുപതി സാറ്, കമൽ സാർ, അപ്പൊ എല്ലാരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും കളിയാക്കും അടുത്ത സേതുപതി, അടുത്ത കമൽ സാർ. കാരണം എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനതൊരു നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല, കാരണം തീർച്ചയായും. അപ്പം കമൽ സാർ എപ്പോഴും സ്വയം ഒരു ഐഡലായിട്ട് കാണുന്ന ഒരാളാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ആളുടെ സൗണ്ട് എന്നും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ മോഡുലേഷൻ പരിപാടി ഇങ്ങനെ പഠിക്കുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഈ ന്യൂസിന്റെ തന്നെ നിർബന്ധമുണ്ടോ? ഇല്ല, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പം കമൽ സാറിനൊരു
പബ്ലിക് സ്പേസിലെ ആളുടെ ഇപ്പത്തെ ഒരു വോയിസ് കുറച്ച് ഒരു ഗ്രൗഡായിട്ടുള്ള വോയിസ് ഇപ്പൊ இது பொதுவாக ஒரு கலைஞனாக இருக்கும்போது அது எப்படி இந்த கலைஞனாக இந்த பயணம் போயிட்டு இருப்பேன் என்று எனக்கு ஒரு சந்தேகம். இது சந்தேகத்துக்கு என்ன, அதுக்கு வாய்ப்பே கிடையாது. இப்போ நான் சொன்ன மாதிரி உனக்கான உலகத்தை நீ தான் உருவாக்கிட்டு இருக்கணும். அப்போ அதை சொல்லும்போது உன் சிறப்பில் எனக்கு ஒரு பாட்டு வருது. தென்பாண்டி சீமையில தேரோடும் வேதியில மான் போல வந்தவனே யாரடித்தாரோ. ഇത് മലയാളത്തിൽ പറയാനും എനിക്കറിയാം. എത്രത്തോളം തന്നെ അറിയില്ല, ജസ്റ്റ് ചെയ്തു. ഫാബുലസ്, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് വേണ്ടി ആ മെയിൻ സാറിന്റെ ഒരു മെയിൻ ഡയലോഗില്ലേ, കൺമണിയാ, ഒന്ന് പറയാമോ? கண்மணி அன்போட காதலன் நான் நான் எழுதும் கடிதமே இது அபிராமி அபிராமி அபிராமி. இந்த பாட்டு பாடுறதுக்காக எனக்கு பிச்சு வரல. அந்த பிச்சு வரலாம் இந்த பாட்டே போர் ஆயிடும். அதனால வேண்டாം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. കറക്റ്റ് ഞാൻ ഈ ഇടയിൽ കൂടെ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ കൂടെ കേട്ട് ഭയങ്കര ഫേമസ് ആയത് കാരണം എല്ലാവരുടെ മനസ്സിൽ സാറിനെ ഓർക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു ഡയലോഗാണല്ലോ. ഫാബുലസ്, ഒരു രക്ഷയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പൊ നമ്മള് സാറായിട്ട് സംസാരിച്ചു, മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് സംസാരിച്ചു, ആക്ടർ എന്നുള്ള നിലയിൽ സംസാരിച്ചു. അപ്പോ അത് കൂടാണ്ട് നല്ലൊരു റാപ്പർ കൂടെയാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ വൈഷ്ണവനെ പറഞ്ഞായിരുന്നു. നല്ല റാപ്പർ ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രൈ ചെയ്ത. അല്ല, നല്ല റാപ്പർ ആണെന്ന് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഓൺ ദി സ്പോട്ടൊക്കെ ലിറിക്സ് ഉണ്ടാക്കാറുണ്ടോ? എഴുതാറുണ്ട്. പക്ഷെ ഈ റാപ്പ് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു പരിപാടി. ആ ബീറ്റും ലൂപ്പിലേക്കൊക്കെ പോയി പിന്നെ ആ സിറ്റുവേഷൻ ചിലപ്പം ഈ പറഞ്ഞ ഫ്രീ സ്റ്റൈൽ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ 2-3 പേര് ഇങ്ങനെ കൂടിയിരുന്ന ഒരു ബീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രീ സ്റ്റൈൽ ആയിട്ട് ചെയ്യും. അതായത് നമുക്ക് സ്പോട്ടിലാവും ചിലപ്പോൾ ഒരു ടോപ്പിക് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് മനോധർമ്മം അനുസരിച്ച് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ ചെയ്യുന്ന ടൈപ്പും ചെയ്യാറുണ്ട്. അപ്പൊ ഓൺ ദി സ്പോട്ട് കിട്ടിയാലൊക്കെ ചെയ്യാറുണ്ടോ? പൊതുവെ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അല്ല, ഇപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ വേറെ അല്ലേ, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എത്രത്തോളം ഒന്നും അറിയില്ല, മുഴച്ചു നിൽക്കും വരികൾ ചിലപ്പോ. ചെയ്യാറുണ്ട്. ഒന്ന് ഞാൻ ചെറുതായിട്ടൊരു 3 വാക്കുകൾ പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്യാമോ? ട്രൈ ചെയ്യാം. ഓക്കെ. ഡ്രീം, സിനിമ, കരിയർ, അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ കാണുന്ന സ്വപ്നം അത് റാപ്പായിട്ട് പാടുന്നില്ലല്ലോ, വരി മാത്രം. വരികളായാലും മതി. നല്ലൊരു ലിറിസിസ്റ്റ് കൂടെയാണല്ലോ. ഓൺ ദ സ്പോട്ട് ആയിട്ട് കേട്ടോ നമുക്കിപ്പോ നല്ലൊരു വരികൾ വൈഷ്ണവ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഒരു റാപ്പ് ഒന്നുമല്ല, ലൈക്ക് നമ്മളൊരു സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ. ഒരു നാൾ ഒരുവൻ കനവിൽ കണ്ടു, കരഘോഷങ്ങൾ അവനിൽ കൊണ്ടു, തിരയിൽ തെളിയാൻ കൊതിയും കൊണ്ടു, ചിറകേറിപ്പോയി ചിലതും കണ്ടു. ഓഹ് മൈ ഗാഡ്, ഇത്ര ഡെപ്തിൽ ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ പറ്റുന്നു? ഞാൻ ഇപ്പൊ തന്ന ടോപ്പിക് അല്ലേ? മൈ ഗോഡ്. അപ്പോൾ ഇത്രയും നല്ലൊരു റൈറ്റർ ആണ്. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു പബ്ലിഷിംഗ് കമ്പനി ഒരു ഡീല് തന്നു കഴിഞ്ഞാൽ ഒരു ബുക്ക് ഇറക്കാൻ സാധ്യത ഉണ്ടാവോ? ബുക്ക് മനസ്സിലുള്ളൊരു കാര്യമാണ്, പക്ഷേ പറയും പോലെ ഒരു ടൈം ലിമിറ്റ് അതിന് വെച്ചിട്ടില്ല. കാരണം കുറച്ചൊക്കെ വായിക്കാറുണ്ട്. അപ്പം ഈ വായിക്കും തോറും നമുക്ക് പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാം. നമ്മൾ എഴുതിയതൊക്കെ കുറച്ച് എഡിങ്സ് വെക്കാം, കുറച്ചൊക്കെ ഒന്ന് ട്രിം ചെയ്യാം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പം മനസ്സിൽ 2-3 പുസ്തകങ്ങളുണ്ട്. അത് സംഭവിക്കും. യെസ്, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ഇൻ അഡ്വാൻസ്. എനിക്കിപ്പോഴും ആ ലിറിക്സ് കേട്ടതിന്റെ ഇമ്പാക്റ്റിൽ ഞാൻ ഇരിക്കണതാണ്. കാരണം എങ്ങനെ ഇത്രയും പെട്ടെന്ന്, അതും ആ റൈമിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ ഇനി ചെറിയൊരു ഗെയിം കൂടെ ആയാലോ നമുക്ക്? സിമ്പിൾ ആണ്. റാപ്പ് ഓർ ക്യാപ്പ് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത്. ക്യാപ്പ്. ഓക്കെ. റാപ്പ് ആണെങ്കിൽ പോസിറ്റീവ് തം, ക്യാപ്പ് ആണെങ്കിൽ ലൈവ്, ട്രൂത്ത് ഓർ ലൈവ് പോലെയാണ്. ഓക്കെ. ഒരു റാപ്പർ ആണല്ലോ, അതുകൊണ്ട് ഞാൻ റാപ്പ് ഓർ ക്യാപ്പ് ഇട്ടതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ മിറർ നോക്കി ഡയലോഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. റാപ്പ്. ഓക്കെ. ഞാൻ എന്നെ തന്നെ ഗൂഗിളിൽ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികം അല്ലേ? ഓക്കെ. ഞാനിപ്പോ ഒരു സീൻ ചെയ്തിട്ട് ഇതിന് എനിക്കൊരു അവാർഡ് എന്തായാലും കിട്ടുക എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടോ? ചെയ്തോ? നമുക്കറിയാലോ, നമുക്കറിയാലോ ആ ഒരു ലെവൽ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞ് ചെയ്ത് ഭാവിയിൽ ചെയ്യണം. ഇതുവരെ ചെയ്ത് ഈ പറയുമ്പോൾ ലേണിംഗിന്റെ ഇതായതുകൊണ്ട് ബെറ്റർ ആക്കാന്നേ തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ. ഓക്കെ. ഞാൻ എന്റെ തന്നെ അക്കൗണ്ടിലെ കമന്റ്സ് സ്റ്റോക്ക് ചെയ്ത് നോക്കാറുണ്ട്. എല്ലാ മനുഷ്യന്മാരുണ്ടല്ലോ റാപ്പ്. നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് ഒരു ഫീൽ അടിച്ച് മൂഡ് വന്നിട്ടുണ്ടോ?
ക്യാപ് അതൊന്നും നമ്മള് ബാധിക്കുന്ന വിഷയമേ എന്താ അല്ല. പറയുക, നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളത് മൈൻഡോട് ചെയ്യില്ല. കാരണം ഇപ്പം അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ 2 പടം ചെയ്തിട്ടും അതിന് ഒരുപാട് പേര് നല്ലത് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം ചില പേര് കുറച്ച് മോശം പറഞ്ഞിട്ടുണ്ട്. മോശം മീൻസ് അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല, സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ അങ്ങനെ പറയുന്നതും ഏറ്റവും ബെസ്റ്റ് ആണല്ലോ. നമുക്ക് ഗ്രോ ചെയ്യാൻ നമ്മൾ ചെയ്തു വെച്ചാൽ മാത്രമല്ല ഓക്കെ എന്നൊരു സാധനം നമുക്ക് കിട്ടും. അതൊരു പെർസ്പെക്റ്റീവ് അല്ലേ, അതിനെ റെസ്പെക്ട് ചെയ്യാം. അത് ശരിയാണ്. കാരണം അതും ഇതേപോലെ പോസിറ്റീവായിട്ട് എടുക്കാനും നല്ലൊരു കാര്യമാട്ടോ. കാരണം എനിക്കൊക്കെ ചില സമയം നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോ അയ്യോ ഞാൻ ചെയ്യുന്നൊക്കെ ഇതാവും എന്നുള്ളൊരു ചെറിയ സമയം തോട്ട് വരാറുണ്ട്. അല്ല, ഒന്നാമത് നമുക്ക് എല്ലാരും നമ്മളെ വാലിഡേഷൻ ആവശ്യമില്ല. ആവശ്യമില്ലല്ലോ. അതിനിപ്പോ എന്താ ആവശ്യമില്ല. യെസ്. ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി, ഫോട്ടോഗ്രാഫർ ആണല്ലോ, ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. 1-2 മാത്രം റാപ്പ്. അതാ പെർഫെക്റ്റ് ടൈം കിട്ടാൻ വേണ്ടിട്ടാ. ഏതായിരുന്നു ആ ഒരു മൊമെന്റ്? അത് ചിലതൊക്കെ ചില ലൈറ്റ് ഒരു ഒബ്ജക്റ്റിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഭംഗി കിട്ടും. എന്താ പറയാ, ഒരു ഷെയ്ഡോ ചിലപ്പോൾ എക്സ്ട്രാ കിട്ടും. ചിലപ്പം ഒരു എന്താ പറയാ, ഒരു ബാക്ക് ലൈറ്റ് വരുമ്പോൾ ഭംഗി, അതിനൊരു ലാംഗ്വേജേ മാറിപ്പോവും. അതിനുവേണ്ടി ഒന്നുണ്ട്. പിന്നെ റോഡിലൊക്കെ നിൽക്കുമ്പം ഒരാളിങ്ങനെ ഒരു പൂവോ കാര്യങ്ങളോ കൊട്ടയ്ക്കായിട്ട് പോകുമ്പോൾ അതിന്റെ ഒരു നിഷ്കളങ്കത കിട്ടാൻ വേണ്ടിയിട്ട് ആള് ബാക്കിൽ വിടുന്ന കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് ഇവിടെ തന്നെ വെക്കും, എന്നിട്ട് ലൈവിൽ എടുക്കും. അതിലത്തെ ഏറ്റവും നല്ല മൊമെന്റ് നോക്കി എടുക്കും. അതൊന്നും പക്ഷെ റിസ്ക് ഒന്നും അല്ല, നമ്മളെ ആവശ്യമല്ലേ. ലൈക്ക് ഒരു വെളുപ്പ് സമയത്ത്, ഒരു 2 മണി 3 മണി സമയത്ത് എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ലിറിക്സ് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഇല്ല ക്യാപ് അങ്ങനൊന്നുമില്ല. ആ മൂഡ് സെറ്റ് ചെയ്യണ ഏത് സമയത്തും കിട്ടും. പക്ഷേ രാവിലെ കുറച്ച് പ്രൊഡക്ടിവിറ്റി കിട്ടും, നോയ്സ് ഉണ്ടാവില്ലല്ലോ. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക് എന്താണ് വേണ്ടതിനെ കുറിച്ചിട്ട്. യെസ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ റാപ്പ് ആൻഡ് ക്യാപ് ക്വിക്ക് സെഷൻ ആയിരുന്നു. അപ്പൊ ഇനി വരുന്ന ഒരു 5 വർഷത്തിന് ശേഷം വൈഷ്ണവ് എന്നുള്ളൊരു ആർട്ടിസ്റ്റ് എവിടെ കാണണം എന്നാണ് വൈഷ്ണവിന് ആഗ്രഹം? എവിടെ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയും പോലെ കുഴപ്പമില്ല, നല്ലൊരു ആക്ടർ ആവണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യം അതിൻ്റെ നമ്മളുടെ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് അല്ല, നമ്മളുടെ ബെസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറണം ഇൻഡസ്ട്രിയിൽ. പിന്നെ ഈ പറയും പോലെ തന്നെ ഈ ആഗ്രഹങ്ങൾ കുറേ ഉണ്ടല്ലോ. പക്ഷെ ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നല്ലൊരു ആക്ടർ കം റൈറ്റർ ആവണം. അത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ വൈഷ്ണവ് പറഞ്ഞ പോലെ നല്ലൊരു ആക്ടറും അതിലുപരി നല്ലൊരു തിരക്കഥാകൃത്തും റൈറ്ററും ലിറിസിസ്റ്റ് ഒക്കെ ആകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് us. So this is Lemo Live signing off.